ആ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തും. അവളെ പിടിച്ചാണ് അവനത് പറഞ്ഞത്. അവൾ കണ്ടാൽ അവന്റെ ഷർട്ട് കുതിർന്നിട്ട് ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അമ്പരന്ന് പോയിരുന്നു. അവനും അങ്ങനെ ഒരു പ്രതികരണം അവൻ ഒട്ടുമേ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ആ സമയത്ത് അവൾ എത്രത്തോളം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നുവെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചു. അവളുടെ ആ സ്പർശനത്തിലൂടെ തന്നെ. അവൾക്ക് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നത് ഒരു തലോടലാണെന്നും മനസ്സിലാക്കിയവൻ അവളുടെ കവിളിലും മുഖത്തും തന്റെ കൈകൾ കൊണ്ട് തലോടിക്കൊണ്ടേയിരുന്നു. ഒപ്പം തന്നെ തോളത്ത് തട്ടുകയും ചെയ്തു. ഒരാശ്വാസം എന്ന പോലെ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷമാണ് അവൾക്കും താൻ എന്താണ് ചെയ്തതെന്ന ബോധ്യം വന്നത്. ആ നിമിഷം തന്നെ അവൾ അവനിൽ നിന്നും ഒരു അകലമിട്ടു. അവനിൽ നിന്നും അകത്ത് നിൽക്കുന്നവളെ കണ്ട് അവൻ അവളെ ചേർത്ത് നിർത്താൻ ഒന്നും ചെന്നില്ല. കുറച്ച് അകലമിട്ട് അവളുടെ അരികിൽ നിന്നു. ആ സമയം തന്നെ ലിഫ്റ്റിലെ ഡോർ ഓപ്പൺ ആവുകയും ചെയ്തു. എവിടേക്ക് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന് വീണ്ടും അവളോട് വാത്സല്യമാണ്. ഒന്നും മിണ്ടാതെ അവൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്തു. അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ആശ്വാസവാക്ക് പറയും അത് തന്റെ വിഷമത്തിന് പകരമാവില്ലെന്നും എനിക്കറിയാം. പക്ഷേ വിഷമിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ താൻ തല ഉയർത്തി പിടിച്ചു നിൽക്കണം. ജീവിതത്തിൽ വിജയിച്ചു കാണിച്ചു കൊടുക്കുക. ആദ്യം ഈ സില്ലി ക്യാരക്ടർ മാറണം. അപ്പം തന്നെ രക്ഷപ്പെടും. ഇപ്പം തന്നെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോവേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, മുൻവിധികളോടെ ആയിരിക്കും പലപ്പോഴും നമ്മളെ കാണുന്നത്. ആ മുൻവിധികളെ നമ്മൾ മാറ്റിക്കൊടുക്കണം. തന്നെ കൊണ്ട് പറ്റും. എന്തിനും ഏതിനും ഞാനൊപ്പം ഉണ്ടാവും. തൻ്റെ മനസ്സിൽ എനിക്ക് തന്നോട് തോന്നിയതുപോലെ ഒരു ഇഷ്ടം എന്നോട് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു കാര്യം മാറ്റി നിർത്തിയേക്ക്. ഒരു നല്ല സുഹൃത്തായും ഒരു നല്ല ഉപദേശകനായും ഒക്കെ ഞാൻ തൻ്റെ ആവശ്യ സമയത്ത് തനിക്കൊപ്പം പറഞ്ഞു. സോറി, ഞാൻ അറിയാതെ കെട്ടിപ്പിടിച്ചതാണ്. മുഖത്തേക്ക് നോക്കാതെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. ഇനി എന്നാ താൻ ഇതേപോലെ അറിഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഒരു വേദന വരുമ്പോൾ ഇങ്ങനെ ഓടി എൻ്റെ നെഞ്ചിലേക്ക് ചായുന്നത്? അവനത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ആ നിമിഷം തന്നെ ഡോർ ഓപ്പൺ ആവുകയും ചെയ്തിരുന്നു. അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾക്കൊപ്പം തന്നെ അവനും. നമുക്കൊരു കോഫി കുടിക്കാം, ക്യാൻറ്റീനിൽ പോയി. തൻ്റെ മൂടൊന്ന് മാറട്ടെ. അവനെ എതിർക്കാൻ ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നില്ല. കാരണം ആ സമയത്ത് അവൻ്റെ സാന്നിധ്യം അവളും ആഗ്രഹിച്ചിരുന്നു. തൻ്റെ ഇല്ലായ്മകളുടെ ഉണ്മയാണവൻ എന്നാരോ പറയുന്നത് പോലെ. അവൻ്റെ സാന്നിധ്യം തന്നിൽ നിറയ്ക്കുന്ന സന്തോഷം എത്ര വലുതാണെന്ന് അവൾ അറിയുകയായിരുന്നു. അവനൊപ്പം നടക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചും തനിക്ക് വേദന തോന്നുന്നില്ല. അവൻ്റെ കണ്ണിൽ തന്നോട് കാണിക്കുന്ന കരുതൽ, സ്നേഹം, എല്ലാവരും തന്നെ കൂടെ നിർത്താനുള്ള മനസ്സ്, അതെല്ലാം അവളിൽ വല്ലാത്ത സന്തോഷമാണ് നിറച്ചിരുന്നത്. ക്യാൻറ്റീനിലേക്ക് ചെന്നതും അവൻ തന്നെയാണ് 2 ചായ ഓർഡർ ചെയ്തത്. ഒന്ന് അവൾക്ക് നേരെ അവൻ നീട്ടി. യാതൊരു വിധത്തിലുള്ള ഇഷ്ടക്കേടുമില്ലാതെ അവളത് വാങ്ങി. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇങ്ങനെ വിഷമിക്കുന്ന ഈ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. ചായ ഒന്ന് സിപ്പ് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അവൾ സമ്മതിച്ചു എന്ന അർത്ഥത്തിൽ തലയാട്ടി. അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി മിന്നി. പിന്നെ നമ്മൾ തമ്മിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നതിൽ കുഴപ്പമുണ്ടോ? അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയില്ല. തനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സംസാരിച്ച് ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. തനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് വരെയെങ്കിലും. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ മറുപടി പറയാതെ നിൽക്കുകയാണ് അവൾ ചെയ്തത്. തൻ്റെ ഇത്രയും അവസ്ഥകൾ അറിഞ്ഞിട്ട് ഞാൻ തന്നെ പറ്റിക്കുകയാണെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ? ഇനി തനിക്ക് സംശയം തോന്നുന്നുണ്ടോ? എനിക്ക് തന്നോടുള്ളത് വെറുമൊരു ടൈം പാസ് ആണെന്ന്? ഹൃദയത്തിൽ നിന്നുമായിരുന്നു ആ ചോദ്യം അവൻ ചോദിച്ചത്. ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ സ്ഥാനം. ഇവരെയൊക്കെ വെറുപ്പിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ടൈം പാസ് അല്ലെങ്കിൽ തന്നെ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ എന്തിനാണ് വെറുതെ ഞാൻ പ്രതീക്ഷിക്കുന്നത്? എൻ്റെ വേദനകൾക്കിടയിൽ മറ്റൊരു വലിയ വേദന കൂടി ആവാനോ? അമല ആൻറ്റിയോ മറ്റോ ഒക്കെ അറിയുമ്പോൾ ഇപ്പോൾ വല്യമ്മ പറഞ്ഞതുപോലെ ആയിരിക്കും ചിന്തിക്കാൻ പോകുന്നത്. എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് അവസാനം ആൻറ്റി കരയേണ്ടി വന്നു എന്ന്. എൻ്റെ അമ്മയുടെ മോള് തന്നെയാണ് ഞാനെന്ന് പറയിപ്പിക്കാനായിരിക്കും അല്ലേ? ആദ്യമായാണ് അവൾ അത്രയും തുറന്ന് സംസാരിക്കുന്നത്. അവളുടെ മനസ്സിൽ തന്നോട് അടുക്കാനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം എന്താണെന്ന്
അവൾ പറഞ്ഞു തരികയാണെന്ന് അവന് മനസ്സിലായിരുന്നു. എതിർപ്പുകൾ ഉണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും. താൻ ഇപ്പോൾ പറഞ്ഞ അമല ആൻറ്റിയുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ആ എതിർപ്പുകളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട്. കാരണം ഇതെൻ്റെ ലൈഫാണ്. അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശവും എനിക്കാണുള്ളത്. മറ്റൊരാൾക്ക് അതിൽ അഭിപ്രായം പറയാൻ സാധിക്കും, പക്ഷേ അവസാന തീരുമാനം അതെൻ്റേത് മാത്രമായിരിക്കും. അങ്ങനെയാണല്ലോ വേണ്ടത്. ഞാനൊരിക്കലും ഒരു അറേഞ്ച്ഡ് മാരേജിനൊന്നും തയ്യാറാവുന്ന ആളല്ലെന്ന് എൻ്റെ മമ്മയ്ക്കറിയാം. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ സ്നേഹിച്ചേ കെട്ടൂന്നും അറിയാം. പിന്നെ ഞാൻ സ്നേഹിക്കുന്നത് തന്നെയാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഞെട്ടലുണ്ടാവും എന്നുള്ളത് ഉറപ്പ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ബന്ധത്തെ ആരെതിർത്താലും അവിടെ എന്തു മറുപടി പറയണമെന്ന് എനിക്കറിയാം. അപ്പോഴും കുറ്റം എനിക്കല്ലേ? നന്ദിയില്ലാത്തവളെന്നും വല വീശി പിടിച്ചവളെന്നും ഒരു പേര് എനിക്ക് കിട്ടും. കൗമാരകാലം മുതലേ അമ്മയുടെ വീട്ടുകാരും പപ്പയുടെ വീട്ടുകാരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവള് വലുതാവുമ്പോൾ അമ്മയെപ്പോലെ ആരെങ്കിലും കണ്ടുപിടിച്ച് അവരുടെ തലയിൽ കയറിപ്പോയിക്കോളും എന്ന്. ആ ഒരു വാക്ക് ഞാൻ വീണ്ടും അന്ന് അന്വർത്ഥമാക്കുന്നത് പോലെയാകും. മറ്റുള്ളവരെന്തു പറയുന്നുവെന്ന് കരുതി നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല മരിയ. ആ ജീവിതം ഒരിക്കലും നമുക്ക് സന്തോഷവും സമാധാനവും തരുന്നതും ആയിരിക്കില്ല. ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ സ്വാർത്ഥരാകണം. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തീർന്നു പോകുന്നതാണ് നമ്മുടെ ഈ ജീവിതം. ആ ജീവിതത്തിനിടയിൽ മറ്റുള്ളവർ എന്തു പറയും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ അത് നമുക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം നേടിത്തരില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴും എന്തെങ്കിലുമൊക്കെ പഴികൾ കേൾക്കുമ്പോഴും മാത്രമേ നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കൂ. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കില്ല. നിന്റെ ജീവിതമാണ്, തീരുമാനമെടുക്കേണ്ടത് നീയാണ്. പിന്നെ ഒരു കാര്യത്തെയും നമ്മൾ മുൻവിധിയോടെ സമീപിക്കാനും പാടില്ല. ചിലപ്പോൾ നീ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതിലുണ്ടായില്ലെങ്കിലോ? ഞാൻ എൻ്റെ ഇഷ്ടം പറയുമ്പോൾ എൻ്റെ പപ്പയും അമ്മയും അതിന് സമ്മതിച്ചാലോ? അങ്ങനെയാണെങ്കിലും നിന്റെ ഇഷ്ടമാണ് നിനക്ക് നഷ്ടമാവുന്നത്. നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാം എന്നോടുള്ള ആ സ്നേഹം. പലവട്ടം നിനക്ക് വേദന വരുമ്പോഴൊക്കെ ആ മിഴികൾ എന്നിലേക്ക് നീളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നീ ആഗ്രഹിച്ചിട്ടുള്ളത് എൻ്റെ സാന്നിധ്യമായിരുന്നു. ഇപ്പോഴും നീ അറിയാതെയല്ല എൻ്റെ നെഞ്ചിൽ ചാരുതെന്ന് എനിക്ക് ഉറപ്പാണ്. ആ നിമിഷം ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും നിന്നെ ചേർത്ത് പിടിക്കുന്നതും നിന്റെ വേദനയിൽ അത്രയും വിഷമിക്കുന്നതും ഞാനായിരിക്കുമെന്ന പൂർണ്ണ ബോധ്യം നിനക്കുള്ളത് കൊണ്ടാണ്. ബോധമനസ്സൊരു 100 തവണ നിന്നോട് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഉപബോധ മനസ്സ് 1000 തവണ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നിന്നോട് തന്നെ മന്ത്രിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തെ 2 കാലഘട്ടങ്ങളായി തരംതിരിക്കാം. മരിയെ കാണുന്നതിന് മുൻപും ശേഷവുമെന്ന്. അതിനു മുൻപ് ഐ ആം നോട്ട് എ പെർഫെക്റ്റ് മാൻ. പക്ഷേ നിന്നെ കണ്ടതിന് ശേഷം, നിന്നോട് ഇഷ്ടം പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു പെൺകുട്ടിയെ നോക്കിയിട്ടില്ല. നോക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം തോന്നിയിട്ടുള്ള ഒരേ ഒരു പെൺകുട്ടി നീയാണ്. ഇവൾ എൻ്റെയാണ്, ഇവൾ എൻ്റെ ആവണം എന്ന് തോന്നിയിട്ടുള്ളത് നിന്നെ കണ്ടപ്പോൾ മാത്രമാണ്. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നിനക്ക് തീരുമാനിക്കാം. മറുപടി ഒന്നും പറയാതെ അവൾ നിന്നപ്പോൾ അവൻ്റെ ചൂണ്ടിൽ ഒരു കള്ളച്ചിരി വിടർന്നു. ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു, ഈ മൗനം സമ്മതമാണെന്ന് ഞാൻ കരുതിക്കോട്ടെ. വേണമെന്നോ വേണ്ടെന്നോ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ അവൻ്റെ മനസ്സ് തുറന്നപ്പോൾ കുറച്ചു മുൻപ് തന്നെ ഭരിച്ചിരുന്ന വേദന കുറച്ചകലുന്നത് അവൾ അറിഞ്ഞു. അവൻ്റെ ആ വാക്കുകൾ തന്നിൽ നിറച്ച പ്രചോദനം എത്ര വലുതാണെന്ന് അവൾ അറിഞ്ഞിരുന്നു. അല്ലെങ്കിലും മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടുന്നുവെന്നറിയുമ്പോൾ ഈ ലോകത്ത് മറ്റെന്ത് കാര്യത്തിലും സന്തോഷം ഒരാൾക്ക് തോന്നുമല്ലോ. താനും ഒരു സാധാരണ പെണ്ണാണ്. തന്നെ സ്നേഹിക്കുന്നവൻ്റെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങാൻ കൊതിക്കുന്നൊരു പെണ്ണ്. അവൻ പറഞ്ഞതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഈ ചെറിയ സമയം കൊണ്ട് അവൻ തന്നിൽ ഇടം നേടിയിട്ടില്ലേ എന്ന് ഒരു നിമിഷം അവൾ തന്നെ അവളോട് ചോദിച്ചിരുന്നു. അതെ, സത്യമാണ്. ഒരു വേദന വരുമ്പോൾ ആദ്യം തൻ്റെ ഉള്ളിൽ തെളിയുന്നത് അവൻ്റെ മുഖമാണ്. തനിക്കൊരു പ്രശ്നം വന്നാൽ അവനുണ്ടാകുമെന്ന വിശ്വാസം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ അടിയുറച്ചിട്ടുണ്ട്. പക്ഷേ ആ 2 വാക്കുകൾ അവൾക്കുള്ളിൽ വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. എനിക്കറിയാം, കൃത്യമായൊരു മറുപടി പറയാൻ തനിക്ക് സാധിക്കില്ലെന്ന്.
അതുകൊണ്ട് താൻ വളരെ സൂക്ഷിച്ചു മാത്രം ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ആ തീരുമാനം ഒരിക്കലും എന്നെ വിഷമിപ്പിക്കുന്ന ഒന്നായിരിക്കില്ലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പോൾ വല്യമ്മച്ചിയുടെ ആ കാര്യം ഓർത്ത് താൻ വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ ഒരുപാട് പ്രായമായ ആളുകളാണ്. അവരുടെയൊക്കെ മനസ്സിലും അതിൻ്റേതായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കണമെന്നില്ല. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ചിന്തിക്കുന്ന വല്യമ്മച്ചിയുടെ മോളാണ് എൻ്റെ മമ്മ. എൻ്റെ മമ്മ ഇന്ന് വരെ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ഓരോ ക്യാരക്ടറല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. അതിൻ്റെ പേരിൽ ഈ മുഖം മങ്ങണ്ട. കുറച്ച് പൈങ്കിളിയാണെന്നറിയാം, എങ്കിലും താൻ വിഷമിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പം എന്നെയാണ്. തൻ്റെ മുഖം ഒന്ന് മങ്ങിയ, ആ മനസ്സൊന്ന് വിഷമിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവനത് പറഞ്ഞ നിമിഷം അറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ആ മുഖം തനിക്ക് വേണ്ടി പുഞ്ചിരി തൂകുന്നത് കണ്ടപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലും വിടർന്നു. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. പൊയ്ക്കോളൂ, ഞാൻ പുറകെ വരാം. ഒരുമിച്ച് പോകുന്നത് കണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമായാലോ? ഒരുമിച്ച് പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 1.5 മാസം നമ്മൾ ഒന്നിച്ച് തന്നെയല്ലേ ഒരു ഫ്ലാറ്റിൽ താമസിച്ചത്. അപ്പോൾ സംഭവിക്കാത്ത ഒന്നും ഈ 10 മിനിറ്റ് നമ്മൾ സംസാരിച്ചതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് താൻ വാ. അവളുടെ കയ്യിൽ അധികാരത്തോടെ പിടിച്ചു വലിച്ചാണ് അവൻ അവൾക്കൊപ്പം തിരിച്ചു മുറിയിലേക്ക് നടന്നത്. വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ കണ്ടിരുന്നു സണ്ണിയെ. നീ ഈ കൊച്ചിനെയും കൊണ്ട് ഇതെവിടെ പോയതാ? അമല വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചിനെ നോക്കുമായിരുന്നു. നിന്നെ കാണാതിരുന്നപ്പോൾ എനിക്ക് തോന്നി നിന്റെ കൂടെ കാണുമെന്ന്. സണ്ണി പറഞ്ഞു. ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയതാ ഒരു കോഫി കുടിക്കാൻ വേണ്ടി. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ? ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ? അവളുടെ മുഖത്തേക്ക് നോക്കി സണ്ണി ചോദിച്ചു. ഇല്ലെങ്കിൽ അവൾ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും അകത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ അവൾക്ക് വിഷമം ഉണ്ടാവാത്ത തരത്തിൽ അവൻ പപ്പയോട് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ അയാൾക്കും സങ്കടം തോന്നിയിരുന്നു. അത് മോള് കാര്യമാക്കണ്ട. ഇവൻ്റെ വല്യമ്മച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു ഹരമാണ്. എൻ്റെ കല്യാണാലോചന വന്നപ്പോൾ അമലയുടെ അത്രയും നിറം എനിക്കില്ലെന്നും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കക്ഷിയാണ്. ഇവൻ ജനിക്കുന്നവരെ അവർക്ക് പേടിയായിരുന്നു എൻ്റെ നിറമാണോ കൊച്ചിനെ കിട്ടുന്നതെന്ന്. അത് പറഞ്ഞ് ഞാൻ വരുമ്പോൾ എന്നെ വിഷമിപ്പിച്ചായിരുന്നു അവിടുന്ന് വിടുന്നത്. സത്യം പറഞ്ഞാൽ ഇനി ഒരു കൊച്ചു വേണ്ടെന്ന് പോലും ഞാൻ കരുതിയത് അവളുടെ അമ്മയുടെ വർത്തമാനം കേട്ടിട്ടാണ്. എങ്ങാനും ഉണ്ടാകുന്ന അടുത്ത കൊച്ചിന് എൻ്റെ നിറം വല്ലതും ആണ് കിട്ടുന്നതെങ്കിൽ അവർ പിന്നെ സമാധാനത്തോടെ എന്നെ ഇട്ടേക്കത്തില്ല. അയാൾ അത് പറഞ്ഞ് ചിരിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു. അതോടെ അവളുടെ മനസ്സിലെ ടെൻഷൻ കുറച്ചു കുറഞ്ഞു എന്ന് സണ്ണിക്കും തോന്നിയിരുന്നു. ആളുകൾ പലതും പറയും. നമ്മൾ എല്ലാ കാര്യത്തിലും വിഷമിക്കാൻ നിന്നാൽ അതിനെ സമയം കാണത്തുള്ളൂ. മോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇപ്പം മോൾക്ക് മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. ഈ കഷ്ടപ്പാടൊക്കെ മാറണമെങ്കിൽ പഠിച്ച കാര്യം മോൾ നേടിയെടുക്കുക തന്നെ വേണം. അതിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. സണ്ണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ തലകുലുക്കിയിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അമലയും പുറത്തേക്ക് വന്നിരുന്നു. അമല വന്നതേ അവളെ കെട്ടിപ്പിടിച്ച് അവളോട് മാപ്പ് പറയുകയാണ് ചെയ്തത്. അമ്മച്ചി ചെയ്ത തെറ്റിന് ഞാൻ മോളോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കറിയാം നിനക്ക് ഒത്തിരി വിഷമമായെന്ന്. സാരമില്ല ആൻറ്റി, എനിക്ക് മനസ്സിലാവും. പ്രായമായ ആളുകളല്ലേ, അവരുടെ ചിന്താഗതിയിലും അതിന് തക്ക മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. സോളമൻ പറഞ്ഞ അതേ വാചകങ്ങൾ അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. അത്രയുള്ളൂ മോളെ, അങ്ങനെ കരുതിയാൽ മതി. ഞാനിന്ന് അമ്മച്ചിയുടെ കൂടെ ഇവിടെ നിൽക്കുകയാണ്. മോള് സണ്ണിച്ചാൻ്റെയും സോളമൻ്റെയും കൂടി വീട്ടിലേക്ക് പോക്കോ. ഒരു നിമിഷം അവൾ മടിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി അമല പറഞ്ഞു. അമ്മച്ചിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു മർക്കട മുഷ്ടി സ്വഭാവം. അവിടെ മറ്റാരും മോളെ ഒരു വിധത്തിൽ ഉപദ്രവിക്കാൻ പോകുന്നില്ല. എൻ്റെ സഹോദരനും അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ നല്ല ആളുകളാണ്. അവരൊന്നും പറഞ്ഞ് മോളെ കുത്തി നോവിക്കാനോ വിഷമിപ്പിക്കാനോ വരില്ല. അവളുടെ മനസ്സ് മനസ്സിലാക്കി എന്നതുപോലെ അമല പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിയിരുന്നു. മോള് ചെന്ന് അമല പറഞ്ഞപ്പോൾ പിന്നീട് എതിർക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. ഞാനിപ്പോൾ പോയാൽ എങ്ങനെയാ? വൈകിട്ടത്തേക്ക് ആഹാരം വല്ലതും വാങ്ങണ്ടേ? സണ്ണി ചോദിച്ചു. ഞാൻ വാങ്ങിക്കോളാം, സണ്ണിയോട് അമല പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഓട്ടോ പിടിച്ച് വൈകിട്ടെത്താം. നിങ്ങൾക്കുള്ള ഫുഡും കൂടി വാങ്ങിയിട്ട് അവിടേക്ക് വന്നേക്കാം. സോളമ, നീ ഈ കുട്ടിയെ കൊണ്ട് വേഗം വീട്ടിലേക്ക് ചെല്ല്. അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ചാവി എടുത്ത് സോളമന് നേരെ സണ്ണി നീട്ടിയപ്പോൾ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്നൊരു മനസ്സായിരുന്നു സോളമന്. ഞാൻ വന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് അടുത്ത വട്ടം വരെ അത് മതി. അമലയുടെ മുഖത്തേക്ക് നോക്കി സണ്ണി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവർക്കും തോന്നിയിരുന്നു. എങ്കിൽ പിന്നെ നീ ആ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ ചെന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. സോളമൻ്റെ മുഖത്തേക്ക് നോക്കി അമല അത് പറഞ്ഞു. ഒപ്പം കണ്ണുകൾ കൊണ്ട് അവന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒരു താക്കീതും ആ നോട്ടത്തിലുണ്ടായിരുന്നു. അവളോട് അവൻ്റെ വേലത്തരങ്ങളൊന്നും ഇറക്കണ്ടെന്നുള്ളൊരു നോട്ടമായിരുന്നു അതെന്ന് സോളമനും മനസ്സിലായി. അവൻ അമ്മയെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു. തിരിച്ചങ്ങോട്ട് പോകുന്ന യാത്രയിൽ കാറിൽ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയപ്പോൾ പുറകിലേക്ക് കയറാൻ തുടങ്ങിയവളെ അവൻ തടഞ്ഞു. അങ്ങനെ എന്നെ ഡ്രൈവറാക്കിയാൽ എങ്ങനെയാ?
താനിവിടെ മുന്നിലേക്ക് കയറ്. ഒരാളെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊരു സുഖം ഉണ്ടാവില്ല. അത് വേണ്ട, ഞാൻ പുറകെ കയറിക്കോളാം. താൻ ഇവിടെ മുൻപിൽ കയറാതെ ഈ വണ്ടി ഇവിടുന്ന് എടുക്കില്ല. ഒരു പിടിവാശി പോലെ അവൻ പറഞ്ഞപ്പോൾ അവനെ അനുസരിക്കുകയല്ലാതെ അവൾക്ക് മുൻപിൽ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. ഡോറ് തുറന്ന് മുൻപിലേക്ക് അവൾ കയറിയപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു. മെല്ലെ കൈ എത്തിച്ച് സ്റ്റീരിയോ ഓണാക്കി പാട്ടുകൾ തിരഞ്ഞു പിടിച്ച് തന്നെ അവൻ പ്ലേ ചെയ്തു. അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ഈണത്തിൽ അവൻ പാടി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.